മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചർച്ച ഇപ്പോഴും ഇങ്ങനെ ചൂടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവരുടെ മീറ്റിംഗ് കഴിഞ്ഞു, യോഗം കഴിഞ്ഞു. യോഗത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതായത് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് കെ.സി. വേണുഗോപാലിനാണ്. ഇത്രയൊക്കെ ഓടിച്ചാടി നടന്നിട്ടും VD സതീശന്റെ ഒപ്പം വെറും 6 MLA മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ VD സതീശന്റെ സാധ്യതകൾക്ക് മങ്ങലേൽക്കില്ലേ? ഉറപ്പായിട്ടും. കാരണം VD സതീശന്റെ ചില നിലപാടുകളുണ്ട്. എനിക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ സതീശൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ സ്റ്റിഫായിട്ട് നിലപാടെടുക്കുന്ന ഒരാളാണ്. ഇൻ കേസ് ഇനിയിപ്പോൾ ഇതിനകത്ത് കുറേയധികം കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പൊ 6 പേർ മാത്രം പിന്തുണ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും കാലം VD സതീശനെ എടുത്തു പൊക്കിക്കൊണ്ട് നടന്ന MLA ആരും ഈ VD സതീശനെ പിന്തുണച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ കയ്യിലിരിപ്പൊന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന സണ്ണി വക്കീൽ KPC അധ്യക്ഷനാണ്. 24 മണിക്കൂറും VD സതീശന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു നേതാവാണ് ഈ സണ്ണി വക്കീൽ. ആ സണ്ണി വക്കീൽ കാര്യം ഇത് ചിത്രം പുറത്തേക്ക് വന്നു. കാരണം ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകുൾ വാസ്നിക്കിന്റെ കയ്യിൽ ഈ ലിസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. രഹസ്യമായി ആരെ പിന്തുണയ്ക്കുന്നു എന്നറിയാൻ വേണ്ടി ഒരു ചാർട്ട് ഉണ്ടാക്കിയവർ. അപ്പൊ എല്ലാ MLA കോൺഗ്രസിന്റെ 63 MLA പേരെഴുതിയിട്ട് അതിൽ ആരെയാണ് അവർ പിന്തുണയ്ക്കുന്നത് എന്നുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മുകുൾ വാസ്നിക് നടന്നു പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫോണിനോടൊപ്പം ഈ ഒരു ഷീറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഈ ഷീറ്റ് ഇന്ത്യൻ എക്സ്പ്രസ് മറ്റോ ആണെന്ന് തോന്നുന്നു, ടൈംസിലോ മറ്റോ ആ ചിത്രം അച്ചടിച്ചു വന്നതോടുകൂടി പിക്ചർ ഏറെക്കുറെ വ്യക്തമായി. സണ്ണി വക്കീൽ പിന്തുണച്ചിരിക്കുന്നത് KC വേണുഗോപാലിനെയാണ്. നമ്മള് സന്ദീപ് വാര്യർ, ഈ സന്ദീപ് വാര്യറിനൊക്കെ നാണമുണ്ടോ എന്ന് ആലോചിക്കുന്നത്. നാണമുണ്ടോ? എന്നിട്ട് പറയും ജനാധിപത്യത്തിന്റെ സുന്ദരമായ മുഖമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ പിന്നെ ഇയാളെ പിടിച്ചോണ്ട് പിന്നെ ഈ ജനാധിപത്യത്തിന്റെ സുന്ദര മുഖമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെറിയേട് കാണിക്കണോ പിന്നെ VD സതീശനോട്? ഇവർ ഉദ്ദേശിക്കുന്ന എന്ത് ക്വാളിറ്റിയാണ് KC വേണുഗോപാൽ ഇവര് കാണുന്നത്? ഇവര് കാണുന്ന കുറച്ച് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ KC വേണുഗോപാൽ ആരാ ശരിക്കും? AICC ജനറൽ സെക്രട്ടറി, ഹൈക്കമാൻഡിൽപ്പെട്ട ഒരാള്. അപ്പം ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ഒരു ദേശീയ നേതാവാണ് KC വേണുഗോപാൽ. അപ്പം അങ്ങനെ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ഒരു നേതാവിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ തനിക്കൊക്കെ എന്തൊക്കെയോ പിന്നീട് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് അഡമന്റായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ ഈ 5 വർഷത്തെ ടേം കഴിയും. ഈ 5 വർഷത്തെ ടേമിൽ ആരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് സീറ്റ് കിട്ടാൻ പോകുന്നത്. ഈ KC വേണുഗോപാൽ ഈ ലിസ്റ്റ് കണ്ടിട്ടില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കാരണം KC വേണുഗോപാൽ ഹൈക്കമാൻഡിൽപ്പെട്ട ഒരാളാണ്. കേരളത്തിന്റെ പിന്നെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ജനറൽ സെക്രട്ടറി. പുള്ളി ഈ ലിസ്റ്റ് കാണാതിരിക്കൂ? അപ്പൊ പുള്ളിക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ ആരൊക്കെ തന്നെ പിന്തുണച്ചിട്ടുണ്ടെന്ന്. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇതിന് പറ്റിയ ഗുണം കിട്ടും. അല്ലെങ്കിൽ ഒരു ബൈ ഇലക്ഷൻ വരട്ടെ. എന്തായാലും 5 വർഷത്തിനകത്ത് ബൈ ഇലക്ഷൻ ഉണ്ടാവുമല്ലോ. ഈ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ബൈ ഇലക്ഷൻ ഉണ്ടാവും. ഈ ബൈ ഇലക്ഷൻ വരട്ടെ. അതിന് തൊട്ട് മുൻപ് അടുത്ത 2031 തെരഞ്ഞെടുപ്പിന് മുമ്പ് 2030 അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമല്ലേ. അപ്പൊ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് തൊട്ട് മുൻപായിട്ട് ഇനി വരാൻ പോവല്ലേ 2029 നമ്മുടെ എന്താ പറയാ, ഇനി ഒരു 3 വർഷം കൂടെ കഴിഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലേ. അപ്പം തെരഞ്ഞെടുപ്പുകൾ വന്നോണ്ടിരിക്കുക. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഈ ലിസ്റ്റ് എടുത്ത് വെച്ച് KC നോക്കുകയാണ് ആരൊക്കെ എന്നെ പിന്തുണച്ചിട്ടുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിടക്കുകയാണ് സന്ദീപ് വാര്യർ. ശരി, സന്ദീപ് ചെറുക്കൻ എന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവനൊരു സാധ്യത കൊടുക്കണം. സണ്ണി വക്കീൽ എന്നെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പൊ സണ്ണി വക്കീൽ ഇനിയും അത്യാവശ്യം വേറെ ഏതെങ്കിലും പോസ്റ്റ് സണ്ണി വക്കീലിന് കൊടുക്കണം. അതായത് കേരളത്തിൽ എന്നല്ല ദേശീയ തലത്തിൽ പോലും എന്തെങ്കിലുമൊക്കെ തങ്ങൾക്ക് ഗുണം കിട്ടണമെങ്കിൽ KC വേണുഗോപാലിന്റെ കാല് തിരുമ്മി നടന്നേ പറ്റൂ എന്ന് പറയുന്ന ഒരു വിഭാഗം MLA കൂട്ടമാണ് സത്യത്തിൽ കോൺഗ്രസ്. അതാണ് നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാലം കിടന്ന് പണിയെടുത്ത VD സതീശൻ കറിവേപ്പിലയായി. 6 MLA അത്രേ അദ്ദേഹത്തെ പിന്തുണച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വെറും 6 MLA. അത് ആരൊക്കെയാണെന്ന് പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്ന ലിസ്റ്റ് അനുസരിച്ചിട്ട് എല്ലാം KC വേണുഗോപാലിനാണ്. ഏതാണ്ട് 43 45 വരുന്ന ആളുകള് 47 ആൾക്കാർ KC വേണുഗോപാലിന്റെ പിന്തുണ അറിയിച്ചിരിക്കുക. ബാക്കി കുറച്ച് 20 കിലോനോ കണ്ട് പിന്നെ രമേശ് ചെന്നിത്തലയും 6 പേര് പിന്നെ VD സതീശൻ. പത്തറ്റിക് സിറ്റുവേഷൻ എന്ന് പറയും. കാരണം എന്റെ അഭിപ്രായത്തിൽ ശരിക്കും VD സതീശനാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇനിയുള്ള അത് കോൺഗ്രസുകാരുടെ കൂട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ അദ്ദേഹമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും ആയിക്കോട്ടെ ഈ 102 എന്ന് പറയുന്ന ചരിത്ര വിജയം UDF എന്ന് പറയുന്ന മുന്നണിക്ക് സമ്മാനിച്ച ഒരേ ഒരു നേതാവ് നമ്മുടെ VD സതീശനാ. KC വേണുഗോപാലിന് പങ്കില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കില്ല, എന്തിന് ഈ സണ്ണി വക്കീലിന് പോലും പങ്കില്ല. KPC അധ്യക്ഷൻ വേണ്ടി ഇപ്പൊ 1 വർഷം ആവാൻ പോവാ. എന്ത് മല മറിച്ചിട്ടാണ് ഇങ്ങനെ ഇപ്പൊ 1 വർഷം ആഘോഷിക്കാൻ പോകുന്നത്? ഇവിടെ KPC അധ്യക്ഷൻ എന്ന് പറയും. ഇതുപോലൊരു നാണം കെട്ട KPC അധ്യക്ഷനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒന്നുകിൽ കോൺഗ്രസ് പാർട്ടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഒരു മുൻകൈ എടുക്കാൻ അദ്ദേഹത്തിന് കഴിയണം. ഇവിടെ തെന്നല ബാലകൃഷ്ണപിള്ളയും ബാക്കിയുള്ള ഒരുപാട് നേതാക്കന്മാരിരുന്ന ഗ്രൂപ്പിസത്തേക്ക് ഒരുമാതിരി ചെറുത്ത് നിർത്താൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ പിന്നെ സണ്ണി വക്കീൽ എന്തോ ചെയ്തു? ഇവിടെ
ഈ സണ്ണി വെക്കുന്ന അന്ന് മുതലേ കേൾക്കുന്നുണ്ട്, അതായത് ഈ കോൺഗ്രസിനുള്ളിൽ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ പവർ ഗ്രൂപ്പ് അല്ലേ ഇപ്പൊ പുറത്തോട്ട് വന്നേക്കുന്നത്? അതെ അതെ, സംശയം വല്ലതും ഉണ്ടോ? അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്നു ഈ പിന്നെ നമ്മുടെ എന്താ പറയാ കെ മുരളീധരൻ പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പക്ഷമാനായിട്ട് മാറാനാണ് സാധ്യത. നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുക. കാരണം ഇതിനകത്ത് ഗ്രൂപ്പ് കളിക്കാൻ തയ്യാറല്ല അയാള്. കാരണം ഇയാൾക്കറിയാം, കെ മുരളീധരൻ അറിയാം, എവിടെങ്കിലും വിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ തനിക്കുള്ള പണി അങ്ങ് വീട്ടിൽ കിട്ടും എന്നുള്ള കാര്യം പുള്ളിക്കറിയാം. പുള്ളി ഒരുപാട് ഇത് കോൺഗ്രസ്സുകാരുടെ കൂടെ നടന്ന് കോൺഗ്രസ് ചെയ്യാൻ പോകുന്ന ചതികളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന നേതാവാണ് ഈ പറയുന്ന കെ മുരളീധരൻ. അപ്പൊ അതുകൊണ്ട് കെ മുരളീധരൻ നിഷ്പക്ഷത പാലിക്കും. ബാക്കി സണ്ണി വക്കീൽ എന്ത് ഉളുപ്പുണ്ട് സണ്ണി വക്കീലിന്? ഒരു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, പുള്ളി എങ്ങനെയാണ് ഒരാളെ പ്രത്യേകമായിട്ട് പിന്തുണയ്ക്കേണ്ടത്? നിഷ്പക്ഷത പാലിക്കണം, മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പം ഈ പറയുന്ന വി ഡി സതീശൻ, നമ്മളൊന്ന് ആലോചിക്കും, കഷ്ടം തോന്നും വി ഡി സതീശന്റെ കാര്യത്തിൽ, കഷ്ടം തോന്നുന്നേ. കാരണം എന്താണെന്നറിയാം, നമ്മളെല്ലാവർക്കും അറിയാം ഇദ്ദേഹം അതിനുവേണ്ടി ഈ UDF എന്ന് പറയുന്ന മുന്നണി എന്ത് ചെയ്തിട്ടായിക്കോട്ടെ, കള്ളത്തരം പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഇവിടെ വർഗീയത പ്രചരിപ്പിച്ച എങ്ങനെയാണെങ്കിൽ തന്നെയും ഇനി ഡീൽ ഉണ്ടാക്കി തന്നെ വെച്ചു. എന്നിട്ടും മുന്നണിയെ 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ എത്തിച്ചു, 102 സീറ്റോട് കൂടി ഇവിടെ എത്തിച്ചു. അതിനുള്ള എല്ലാ വിജയശില്പി എന്ന് പറയുന്നത് ശരിക്കും വി ഡി സതീശൻ തന്നെയാണ്. ഇപ്പൊ പിന്നെ പലയിടത്ത് കുറുപ്പും തറയിലൊക്കെ ഓരോരുത്തർ പെട്രോൾ വാങ്ങി തലയിൽ ഒഴിച്ച് ലൈറ്ററുമായിട്ട് നിന്നിട്ടാണ് പിന്നെ സമരം ചെയ്യുന്നത് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. പക്ഷെ ഇതൊന്നും നേതൃത്വം അറിയണ്ട, നേതൃത്വത്തിന് ഇതൊന്നും കേൾക്കണ്ട. നേതൃത്വത്തിന്റെ മുന്നിലേക്ക് ഈ പറയുന്ന കുറെ മൊണ്ണകളായ MLA-മാര് പേര് IC ബാലകൃഷ്ണൻ അടക്കമുള്ള ഈ ടി സിദ്ദിഖൊക്കെ വലിയവായി പറയുന്നുണ്ടല്ലോ. നാണമുണ്ടോ സിദ്ദിഖിന് ഇത് പറയാൻ? സിദ്ദിഖ് KC വേണുഗോപാൽ ഉരുട്ടിയാൻ കൊടുക്കും വായിക്കാത്തോട്ട്. ആയിരിക്കും ടി സിദ്ദിഖൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ അവര് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ ഇനിയിപ്പോ KC വരും. ഇനി KC വരുന്നതിനെതിരെ ശക്തമായ ഒരു വികാരം ഉണ്ടെന്ന് വെച്ചോ, ഇവിടെ അടുത്ത പണി രമേശ് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നത്. അല്ല വെറുതെ ഒന്നുമല്ല, രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കും. KC വേണുഗോപാൽ വിചാരിച്ച പിന്നെ രമേശ് ചെന്നിത്തലയല്ലേ മുഖ്യമന്ത്രി ആവേണ്ടത്? അപ്പൊ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും. ഇവിടെ പിന്നെ വി ഡി സതീശൻ ഇനി എത്ര കൂട്ടിയാലും, അതായത് ഇപ്പൊ നമ്മൾ ഘടകകക്ഷികള് ലീഗ്, RSP, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ്, ഇവരെല്ലാം വി ഡി സതീശന് പിന്തുണ പ്രഖ്യാപിച്ചാലും KC വേണുഗോപാലിന് അത്രയുള്ള പിന്തുണയിലേക്ക് എത്തുന്നില്ല. കഷ്ടിച്ച് 10-37 പേര്, അതിൽ കൂടുതലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ വലിയ പ്രതിഷേധം ഉണ്ടായി, ആൾക്കാരുടെ ഒരു പ്രതിഷേധം ഉണ്ടായി കഴിയുമ്പോൾ KC വേണുഗോപാൽ എന്ത് ചെയ്യും? രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കും. കാരണം വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി പദം ഒഴിച്ച് വേറെ ഒന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ രീതിയിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ വി ഡി സതീശന് പ്രത്യേകിച്ച് സാധ്യതയൊന്നും കാണൂല. അപ്പൊ ഇനി സതീശൻ എന്ത് ചെയ്യും? സതീശൻ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോ രമേശ് ചെന്നിത്തല ഞാൻ പറഞ്ഞില്ലേ, രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിയെന്ന് വെച്ചു. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട്? രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തല കുറച്ച് ആഭ്യന്തര വകുപ്പ് കൈയാളിയിട്ടുണ്ടെന്നല്ലാതെ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ രമേശ് ചെന്നിത്തല ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? എന്ത് ഗുണകരമായി കോൺഗ്രസ് പാർട്ടിക്ക് അത് ഗുണം ചെയ്തു എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സംഭവം ഈ പറയുന്ന രമേശ് ചെന്നിത്തല ഇത് കാണിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല നയചതുരനാണ്. എന്ന് വെച്ചാൽ ഒതുങ്ങി നിൽക്കും, ആരെ കണ്ടാലും തോളൊക്കെയായിട്ട് സംസാരിക്കും, ആരെയും മുഖത്ത് നോക്കി ചിരിച്ചു കാണിക്കും. ഇനി കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആളിനെ കയറി മുട്ടി സംസാരിച്ച് ഷേക്കാൻ ചെയ്യും. അന്ന് വളരെ നയത്തിലും തഞ്ചത്തിലും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും. അപ്പം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അടുത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും മിക്കവാറും പിന്നെ ആഭ്യന്തര വകുപ്പ്. കാര്യം വി ഡി സതീശൻ അതിൽ മുഖ്യമന്ത്രി കുറഞ്ഞൊന്നും വേണ്ടെന്നാ പറയുന്നത്. ഇനിയും അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നെങ്കിൽ അത് കേരളത്തിന് ദോഷമാണ്. കേരളത്തിനും ദോഷമാണ്. ഇതോടുകൂടി UDF എന്ന് പറയുന്ന മുന്നണി അധപ്പതിക്കുക ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശനെ പിന്തുണയ്ക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. വി ഡി സതീശന് പിന്തുണയായിട്ട് നിൽക്കുന്നവരുണ്ട്. പുറത്ത് MLA-മാരല്ല, പുറത്തുണ്ട്, പ്രവർത്തകർക്കിടയിലുണ്ട്. ഇവരെ കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രിസഭയെ ഇളക്കി താഴെയിടാൻ പറ്റും. ഈ മന്ത്രിസഭയെ തന്നെ ഇളക്കി താഴെയിടാൻ പറ്റുന്ന കളികൾ കളിക്കാൻ പറ്റും ഈ പറയുന്ന വി ഡി സതീശൻ വിചാരിച്ച. ഇവിടെ ഹരിത MLA-മാരെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരെ പ്രവർത്തിച്ച വി ഡി സതീശനും സംഘത്തിനും രമേശ് ചെന്നിത്തലയ്ക്ക് പുല്ല് പോലെ എടുത്ത് ദൂരെ കളയാൻ പറ്റും. ഭരണം എന്ന് പറയുന്നത് നടക്കത്തില്ല. ഈ പറയുന്ന മുസ്ലിം ലീഗ് രമേശ് ചെന്നിത്തല പറഞ്ഞ് കേട്ട് നിൽക്കുവോ? ഇല്ല. ഈ കേരള കോൺഗ്രസ് രമേശ് ചെന്നിത്തല പറഞ്ഞ് കേട്ട് നിൽക്കുവോ? എനിക്ക് തോന്നുന്നില്ല. RSP നിൽക്കുവോ? ഇല്ല. ഇതോടുകൂടി വരുന്ന സംഭവം കേരളത്തിന്റെ ഭരണം തന്നെ ആകെ അസ്ഥിരപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഭരണം നടക്കുന്നില്ല എന്ന് പറയാം, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന ഒരവസ്ഥയിൽ കേരള സർക്കാർ അധപ്പതിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. അത് തന്നെ ആയിരിക്കും വി ഡി സതീശനെ മാറ്റി നിർത്തിയാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ. ഇനിയും പോട്ടെ, ഇനി 2.5 വർഷം ടേം വ്യവസ്ഥ വെച്ചു ഒരിക്കലും സതീശൻ അംഗീകരിക്കത്തില്ല.
2.5 വർഷം വി ഡി സതീശൻ ഇപ്പം കെ സി അങ്ങ് പിന്നോട്ട് വലിഞ്ഞെന്ന് വെച്ചു. എന്നിട്ട് 2.5 വർഷം രമേശ് ചെന്നിത്തല, 2.5 വർഷം വി ഡി സതീശനും. പിന്നെ അത് വി ഡി സതീശൻ അംഗീകരിക്കത്തില്ല. കാര്യം അവരുടെ മുന്നിൽ കിടക്കുക കർണാടകയില് ഡി കെ ശിവകുമാറിന് പറഞ്ഞെന്തോ 2.5 വർഷം കഴിയുമ്പോൾ സിദ്ധരാമയ്യ മാറും, പകരം ഡി കെക്ക് മുഖ്യമന്ത്രിയാകാം. ആ പാവപ്പെട്ടവൻ 2.5 വർഷം കഴിഞ്ഞപ്പോൾ പുതിയ കുപ്പായം തയ്പ്പിച്ചു ഡി കെ ശിവകുമാർ. ഡി കെ വിചാരിച്ചെന്തോ ഡി കെയുടെ കയ്യിലെ കാശ് മുഴുവൻ ഇറക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രകടനം നടത്തിയത്. വീട്ടിൽ സദ്യ വരെ ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക്. എന്നിട്ട് ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയാവാൻ വേണ്ടി സിദ്ധരാമയ്യെ കെട്ടി ഇറക്കി കൊടുത്തു. എന്നിട്ട് സിദ്ധരാമയ്യോട് പിന്നെ പറഞ്ഞു, ഡി കെ പറഞ്ഞ് സാന്ത്വനിപ്പിച്ച എങ്ങനെ 2.5 വർഷം കഴിയട്ടെ, ആ ടൈം അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ നിങ്ങളാണ് അടുത്ത മുഖ്യമന്ത്രി. എന്നിട്ട് എന്തായി? വേറൊരു ഭാഷ പറഞ്ഞ അങ്ങനെ ഇരിക്കുക ആ മനുഷ്യൻ. അത് കൺമുമ്പിൽ ഇരിക്കുക. അതിനും കാരണക്കാരൻ കെ സി വേണുഗോപാല. അതിന്റെയും കാരണക്കാരൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ കെ സി വേണുഗോപാല. അപ്പൊ ഈ കെ സി വേണുഗോപാലിന്റെ തല പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ പിന്നീട് ഈ 2.5 വർഷം കഴിഞ്ഞ് വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആക്കത്തില്ല. ഇനി 2.5 വർഷത്തേക്ക് വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കുമെന്ന് വിചാരിച്ചു. വി ഡി സതീശൻ 2.5 വർഷം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒഴിഞ്ഞു കൊടുക്കും. രാജിവെക്കണ്ടേ? ഗവർണർക്ക് രാജി സമർപ്പിക്കണ്ടേ? ഗവർണർക്ക് രാജി സമർപ്പിച്ചാലേ മുഖ്യമന്ത്രി സ്ഥാനത്ത് പുള്ളി ഒഴിവാക്കാൻ പറ്റും. അല്ലാതെ പാർട്ടി പിന്നെ കെ പി സി സി വിചാരിച്ച പുള്ളിയെ പിടിച്ച് അല്ലെങ്കിൽ എ സി സി വിചാരിച്ചാൽ പുറത്താക്കാൻ പറ്റില്ല. പുള്ളി ഗവർണർക്ക് രാജിക്കത്ത് കൊടുക്കണം, മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാവണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിക്കണം. അതായത് മുഖ്യമന്ത്രി രാജി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ രാജിവെക്കുന്നത് തുല്യമാണ്. അപ്പം മന്ത്രിസഭാ പുനഃസംഘടന വരെ ഉണ്ടാവണം. അത്രയും ഒരു ഷഫ്ലിംഗ് വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വി ഡി സതീശൻ ഒരിക്കലും അതിന് നിന്നു കൊടുക്കത്തില്ല. അപ്പൊ ഒരു മന്ത്രിസഭ പുനഃസംഘടന ഇപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് ഇപ്പം നമുക്ക് ഇപ്പം ഇരിക്കുന്നത് ഇതാവാന്ന് വെച്ചു. നമ്മുടെ കെ മുരളീധരനാണ് പൊതുമരാമത്ത് കിട്ടിയെന്ന് വെച്ചു. പുള്ളി ഇരുന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് 2.5 വർഷം കഴിയുക. അടുത്ത ഷഫ്ലിംഗ് വരുന്നു. ഷഫ്ലിംഗ് വന്ന പിന്നെ അടുത്ത വേറൊരാളാക്കി ആക്കി കഴിഞ്ഞാൽ കഴിവില്ലാത്ത ഒരാളെ തിരുവഞ്ചൂരിനാക്കിയെന്ന് വെച്ചു. തിരുവഞ്ചൂർ അങ്ങനെ കെ മുരളീധരന് പറ്റിയ ശേഷം വരാൻ പറ്റിയ തണ്ടിയൊന്നുമല്ല ഈ തിരുവഞ്ചൂര്. അപ്പൊ തിരുവഞ്ചൂരിനാക്കിയെന്ന് വിചാരിച്ചു. ആ തിരുവഞ്ചൂര് വന്നിട്ട് ഒരു തേങ്ങ ഉണ്ടാക്കാൻ പോകുന്നില്ല. ആ 2.5 വർഷം വേസ്റ്റാ. ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ കഴിവുള്ള ആൾക്കാർ ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പം കെ എം ഷാജിക്കായിരിക്കും മിക്കവാറും, അയാളുടെ ക്വാളിറ്റി വെച്ച് കെ എം ഷാജി ആയിരിക്കും വിദ്യാഭ്യാസ വകുപ്പ്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ഷഫ്ലിംഗ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ആകെ പണി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിക്ക് പിന്നെ വി ഡി സതീശൻ നിന്നു കൊടുക്കത്തുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഫോർമുല ഇവിടെ നടക്കാനും പോകുന്നില്ല. 2.5 വർഷം ടേം വ്യവസ്ഥയും കേരളത്തിൽ നടപ്പിലാവില്ല. ഒന്ന്, വി ഡി സതീശന്റെ മുമ്പിൽ അനുഭവം കിടപ്പുണ്ട്. 2, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി 2.5 വർഷം ഇരുന്നിട്ട് എന്ത് കാണിക്കാനാ ഇവിടെ? ഒന്നും കാണിക്കാനില്ല. ഇതാ അവസ്ഥ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് പിന്നെ ഈ പറയുന്ന ബുദ്ധിരാക്ഷസനെ പോലെ പറന്നിറങ്ങിയ കെ സി വേണുഗോപാല് വി ഡി സതീശനെ നൈസായിട്ട് ഒതുക്കി. ഇത് മാത്രമല്ല, ഈ കെ സിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കുറെ യുവന്മാരുണ്ട്. യുവജനത എല്ലാം കെ സിക്ക് പിന്തുണയാ. ഇപ്പൊ യുവന്മാരെല്ലാം ഒരു സെറ്റാ. ഈ പിന്നെ ഇപ്പൊ ഷാഫി പറമ്പില്, ഇപ്പൊ പുറത്താണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം, അവൻ ഇടയ്ക്കിടയ്ക്ക് തല വെക്കുന്നുണ്ട്. ഇപ്പൊ അവന്റെ കേസ് അവന്റെ കടുപ്പിച്ചോണ്ടിരിക്കുക. കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അവൻ ആ പെൺകുട്ടിയെ തിരുവല്ലയിൽ ഏതോ ഒരു ഹോം സ്റ്റേയിൽ വെച്ച് മൃഗീയമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അവന്റെ തലയിലെടുത്ത് വേറെ. അപ്പം ഒന്നങ്ങനെ ഇതെല്ലാം കൂടെ കയറി ഇവരെല്ലാം കൂടെ കെ സിക്ക് പിന്തുണയാ. ഇവിടെ ഇപ്പം കെ സി വേണുഗോപാലിന്റെ യുഗമായി മാറുകയാണ് ശരിക്കും. ഇനി വി ഡി സതീശൻ ഈ 5 വർഷം എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി മന്ത്രിസഭയിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ പുറത്തിരിക്കേണ്ടി വരും. ഇതാണ് ഇപ്പം വി ഡി സതീശന്റെ അവസ്ഥ. സത്യത്തിൽ ഇത് പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതുമായ കാര്യമാണ്. കോൺഗ്രസ് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. കോൺഗ്രസിൽ വി ഡി സതീശനുണ്ട്, വി ഡി എസ് കണ്ണേ കറളെ വി ഡി എസ് എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യം വിളിച്ചു നടന്നവരൊക്കെ ഇനി പറയണം കൃത്യമായിട്ട്. അത് പറയാനും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും കെ സി വേണുഗോപാലെ കേരളത്തിൽ നിന്ന് തുരത്താനും കഴിയണം. ഇപ്പൊ പലയിടത്തും ഫ്ലെക്സ് വെച്ച ഇപ്പം ഇന്ദിരാഭവനിൽ കൊണ്ടുവച്ച ഫ്ലെക്സിന്റെ മേലെ കരിയോല് ഊരി ഒഴിച്ചെന്നാ പറയുന്നത്. അതിപ്പം മുട്ട കോമഡി ആയിക്കൊണ്ടിരിക്കും ഇന്ദിരാഭവൻ. അത് നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്ത് തന്നെയാണെങ്കിലും വി ഡി സതീശൻ തന്നെ ആയിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരാൻ. കാര്യം അതിന് മാത്രം പണി ആ വി ഡി എസ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.